എല്ലാവർക്കും നമസ്കാരം. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയോ? ഓർമ്മയൊക്കെ കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് എങ്ങനെയുണ്ടായിരുന്നും കൂടെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം, യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്. യൂസ് ദി കമ്പാരറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഗുഡ് അല്ലെ. ഗുഡിന്റെ കമ്പാരറ്റീവ് ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. പഠിച്ചിട്ടുള്ളതാണ് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലെ. അപ്പൊ ബെറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദ ടെസ്റ്റ് വാസ് ഡാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? പുട്ട് ഓഫ് അല്ലെ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ചെയ്തു എന്നുള്ള മീനിങ് ആണ് പുട്ട് ഓഫ്. ഓക്കെ. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ടോളറേറ്റ് ചെയ്യുക അല്ലെ. ഇനി പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ധരിക്കുക, വെയർ ചെയ്യുക. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? സപ്രസ് ആണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കോഡ്സ് ഒക്കെ വെച്ച് നമ്മൾ ക്ലാസ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ആന്റണിം ഓഫ് ദി വേർഡ് റെഗുലർ. റെഗുലറിന്റെ ആന്റണിം ആണ് ചോദ്യം. റെഗുലറിന്റെ ആന്റണിം എന്തായിട്ടാ വരിക? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഇറെഗുലർ ആണ് കേട്ടോ. ഇറെഗുലർ ആണ്. ഇനി 84th ക്വസ്റ്റ്യൻ, വി ഡു അവർ വർക്ക്. കറക്റ്റ് ദി ചൂസ് എ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോ വി ഡു അവർ വർക്ക് അല്ലെ. അപ്പൊ ഇതെന്തായാലും പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിട്ട് വരണം. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ഓപ്ഷൻ ബിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഡൂനെ നമുക്ക് കിട്ടി. അപ്പൊ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഡൂന്റെ ഒപ്പം ഒരു നോട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഡോണ്ട് കിട്ടും അല്ലെ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളാരാ? വി ആണ്. സോ നമ്മുടെ ആൻസർ ഇട്ട് ഇസ് ഡോണ്ട്. വി ആണ്. 84th ആൻസർ ഇട്ട് ഇസ് ഓപ്ഷൻ എ, ഡോണ്ട് വി. അടുത്ത് നോക്കാം, ഹുറേ വി വൺ ദി മാച്ച്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. ഇവിടെ ഹുറേ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇന്റർജെങ്ഷൻ ആണ്. എന്താണ്? ഇന്റർജെങ്ഷൻ ആണ് കേട്ടോ. പ്രപ്പോസിഷൻ ഇൻ, ഓൺ, ബിലോ, എബവ് എന്നൊക്കെ പറയുന്നത്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസുകളെ ജോയിൻ ചെയ്യുന്നത് അല്ലെ. നൗണിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്ന ആളാണ് പ്രോനൗൺ. ഇത് ഇന്റർജെങ്ഷൻ ആണ്. മെയിൻ ആയിട്ട് നമ്മുടെ ഫീലിംഗ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ഇന്റർജെങ്ഷൻ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദ സിംഗുലർ ഫോം ഓഫ് ദി വേർഡ് ജീൻസ്. ജീൻസിന്റെ സിംഗുലർ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ജീൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലൂറൽ ആണ് അല്ലെ. ജീൻസ്, പൈജാമ, സ്പെക്ടിക്കിൾസ്, ഷൂസ്, സോക്സ് ഒക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ട് പറയുന്നതാ. അപ്പൊ അതിന്റെ സിംഗുലർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് എ പെയർ ഓഫ് ജീൻസ് എന്നൊക്കെ നമുക്ക് പറയാം. അതെന്തായാലും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആൻസർ ജീൻ ആയിട്ടാണ് വരിക. അപ്പൊ ജീൻ എന്ന് പറഞ്ഞാല് ജീൻ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ജാക്കറ്റ് ജീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. സോ PSC കൊടുക്കുന്ന ആൻസർ എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ബി ഓപ്ഷൻ എ ആയിരിക്കണം. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ജീൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. 87ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എറ്റ്സെറ്ററ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഒരുപാട് തവണയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. ദർ ഇസ് എ ലോങ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദി തിയേറ്റർ. ദർ ഇസ് എ ലോങ് ക്യൂ അല്ലെ. ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്താ? QUEUE. ഇതും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. അടുത്തത് 89th വൺ, ദ ഫയൽസ് ഫെൽ ഡാഷ് ദി ഷെൽഫ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഇട്ട് ഫയൽസ് ഫെൽ ഓഫ് അല്ലെ. താഴത്തേക്ക് വീണു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഫെൽ ഓഫ് യൂസ് ചെയ്യാം. ഓക്കെ. ദ ഫയൽസ് ഫെൽ ഓഫ് ദി ഷെൽഫ്. ഇനി ലാസ്റ്റ് വൺ, അതും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എല്ലാവരും ശരിയാക്കി എന്ന് വിചാരിക്കണു. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും വരുന്നതാണ് അല്ലെ. അപ്പൊ റെയർലി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 10 ചോദ്യങ്ങൾ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ? നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് ഇനിയും ക്ലാസ്സുകളായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ.